ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കയുടെ ഔഷധ ഗുണങ്ങളെ പറ്റി അറിയാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മധുരഫലം പ്ലാവിൻ്റെ ചക്കയാണത്രേ. ചക്ക കൊണ്ട് മലയാളികൾ പല വിഭവങ്ങളും ഉണ്ടാക്കുന്നു. മഴക്കാല ചക്ക പലപ്പോഴും പലർക്കും വയറിളക്കം ഉണ്ടാക്കുന്നതാണ്. ദഹിക്കുവാനും വിഷമമാണ്, ഛർദിയും ഉണ്ടാക്കും. ചക്കച്ചുള വരട്ടി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും കേടുവരാതെ ഇരിക്കും. പിന്നീട് സൗകര്യമുള്ള സമയത്ത് ചക്കപ്രഥമൻ തുടങ്ങിയവ ഉണ്ടാക്കാം. പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു ഫലം ചക്ക പോലെ വേറെയില്ല. ചക്കയുടെ പുറംതൊലി മുള്ളു പോലെ ഇരിക്കും. ഇത് ഭക്ഷ്യയോഗ്യമല്ല, എന്നാൽ ചില ഔഷധങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. വയറു വീർത്ത് ഗ്രഹിണി പിടിച്ച കുട്ടികൾക്ക് ചക്ക ഹിതമല്ല. ഗ്രഹിണി പിടിച്ചവർ ചക്ക തുണ്ട കണ്ട പോലെ എന്ന ഒരു ശൈലി പോലുമുണ്ട്. എത്തിക്കണ്ണി ഔഷധത്തിൽ എടുക്കേണ്ടി വരുമ്പോൾ ഏതു മരത്തിൻ്റെതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പ്ലാവിൽ ഉണ്ടാവുന്ന എത്തിക്കണ്ണിയാണ് എടുക്കേണ്ടത്. ചക്കയുടെ മുള്ളു പോലെയുള്ള പുറംതൊലി മുറിച്ചെടുത്ത് കഴുകി ഉണക്കിപ്പൊടിച്ച് 10 ഗ്രാം വീതം ദിവസം 2 നേരം തേനിൽ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് കുറവുണ്ടാകുന്നതാണ്. പൗരുഷഗ്രന്ഥി വീക്കത്താൽ മൂത്രം പോകാത്ത സന്ദർഭത്തിൽ ഈ പൊടി ചൂടുവെള്ളത്തിൽ 10 ഗ്രാം വീതം 2 നേരം 3 മാസം കഴിച്ചാൽ അതിശയകരമായ ഫലമുള്ളതാണ്. ചക്കച്ചുള കഷായം വെച്ച് ചക്കച്ചുള, അമുക്കുരം, അടപതിയൻ, കിഴങ്ങ്, പാൽമുതുകിൻ കിഴങ്ങ്, കുരുമുളക്, തിപ്പല്ലി എന്നിവ വിധിപ്രകാരം ചേർത്ത് നെയ്യ് കാച്ചി ദിവസവും ഉപയോഗിച്ചാൽ ശരീരം എത്ര ചടച്ചതായാലും തടിച്ചു വരുന്നതാണ്. എരുമ നെയ്യ് ചേർത്ത് കാച്ചിയതാണെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. പ്ലാവിന്റെ ഉണങ്ങിയ കമ്പുകളും വേരുകളും കൂടി ചേർന്ന പ്ലാവിറകിനെ മേലെ എന്ന് പറയുന്നു. ഇത് ഹോമാചാരങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ചക്ക വരട്ടിയത് ദിവസവും കൃത്യമായ അളവിൽ രാത്രി കഴിച്ചുകൊണ്ടിരുന്ന ലൈംഗിക ശക്തി വർദ്ധിക്കുന്നതാണ്. ചക്ക അധികം കഴിച്ച് അജീർണം മുതലായതുണ്ടായാൽ ചുക്കുപൊടി തേനിൽ ചേർത്ത് കഴിച്ചാൽ ചക്കയ്ക്ക് ചുക്ക് എന്നാണല്ലോ. എന്നാൽ ചക്കപ്പുഴുക്കിന് ഇഷ്ടമില്ലാത്ത ആരും നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.